നമുക്കൊന്ന് ജോർജിയ അക്വേറിയം വരെ പോയാലോ? എൻ്റെ ബാക്കിലൂടെ പോണ ഈ മൂപ്പരാണ് മാൻഡ്ര കേട്ടോ. നിങ്ങൾക്ക് ഇത്ര ക്ലോസ് ആയിട്ട് നോർത്ത് അമേരിക്കയിൽ ഇവിടെ മാത്രമേ മാൻഡ്രേനെ കാണാൻ പറ്റൂ. ഇവിടെ ഏകദേശം ഒരു 500 to 700 സ്പീഷീസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവനാണ് ബെലൂഗ വെയിൽ. നമ്മളെപ്പോലെ തന്നെ തലയൊക്കെ മൂവ് ചെയ്യിപ്പിക്കാൻ ഇവർക്കും കഴിയും കേട്ടോ. പിന്നെ ഇവർ ഭയങ്കര അറ്റൻഷൻ സീക്കേഴ്സാണ്. രാജൻ്റെ അടുക്ക് വന്നിട്ട് ഇജ്ജ് എന്താ മോനെ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ലുക്കെല്ലാം വിട്ടിട്ട് പോകുന്നുണ്ടായിരുന്നു. ഈ ഹാമർ ഹെഡ് ഷാർക്ക്, കുറേ ഫിഷുകൾ ഉണ്ടായിരുന്നു, ജെല്ലി ഫിഷ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അമേരിക്കയിലത്തെ ഏറ്റവും വലിയ അക്വേറിയമാണ് ഈ ജോർജിയയിലത്തെ അക്വേറിയം. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യമായിട്ടുള്ള വെയിൽ ഷാർക്കിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതാണ് അവരുടെ ഓഷ്യൻ വോയേജർ എക്സിബിഷൻ. ഇതൊരു ടണലാണ്. നമ്മുടെ തലയുടെ മുകളിലേക്ക് കൂടി കുറേ തരം മത്സ്യങ്ങളും ഷാർക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് എത്ര നോക്കിയിരുന്നാലും നമുക്ക് മതിയാവില്ല. പിന്നെ ഇത് ഇവിടുത്തെ ഡോൾഫിൻ സെലിബ്രേഷൻ എന്ന് പറയപ്പെടുന്ന ഒരു ഷോ ആണ്. നല്ല കിടിലൻ ഷോ ആണ്. ഈ ഡോൾഫിൻ അറ്റ്ലാന്റിക് ബോട്ടിൽ നോസ് ഡോൾഫിൻ വെറൈറ്റിയിൽ പെട്ടതാണ്. ഭയങ്കര സ്മാർട്ടായിട്ട് നമ്മൾ പൊതുവേ ഷോസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡോൾഫിൻസാണിത്. ഈ ഷോ നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഡോൾഫിനെ കെയർ ചെയ്യുന്നത്, അവരുടെ ബിഹേവിയർ, എങ്ങനെയാണ് ട്രെയിനേഴ്സും അവരും തമ്മിലുള്ളൊരു ബന്ധം, ഇതൊക്കെയാണ് കേട്ടോ. എന്ത് രസത്തിലാണ് മൂപ്പര് നടന്നിട്ട് പോകുന്നതെന്ന് നോക്കിയാട്ടെ. ഇടയ്ക്ക് ട്രെയിനേഴ്സ് ഇവർക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീനിനെയൊക്കെ ട്രീറ്റൊക്കെ കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അവസാനം ഡോൾഫിൻ ഞങ്ങളോട് ടാറ്റ പറഞ്ഞു, ഞങ്ങളും പോയി.